ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഹിയർ ദ സൺസ്പോട്ട് എന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തൈച്ചി ടി സി വാങ്ങാനായിട്ട് ഉറപ്പിച്ചതുകൊണ്ട് തന്നെ അവൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോഴത്തേക്കും അവരെടുത്ത് ടി സിയുടെ കാര്യം പറഞ്ഞ് താൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവനെന്തോ കുരുത്തൊക്കെ ഉടപ്പിച്ചിട്ട് അതുകൊണ്ട് പോകാൻ നിൽക്കുകയാണെന്ന് കരുതിയിട്ട് ഉടനെ തന്നെ യോക്കോ എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ലോയർ ഉണ്ട്, ഞാൻ അയാളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തൈച്ചി പറയുന്ന പോലും കേൾക്കാതെ അയാളെ കോൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാൽ തൈച്ചി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ യോക്കോനെയൊക്കെ തടങ്ങിയിട്ട് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. ഞാനൊരു കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്, ഞാനിവിടെ എൻ്റെ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കാണ് സത്യം പറയാൻ കോളേജിൽ പഠിക്കാൻ വന്നത്. ഇപ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലായി, സോ ഞാൻ ഇത് നിർത്തുവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫ്രണ്ട്സ്, നീ സീരിയസ് ആയിട്ടാണോ, നിനക്ക് ഗ്രാജുവേറ്റ് ആവുന്നവരെ ഒന്ന് അടങ്ങി നിന്നുകൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ തീരുമാനം എടുത്തു എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം യോക്കോ, അപ്പോൾ പിന്നെ ഇനി നിൻ്റെ കൂടെ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റൂലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആ സമയം തന്നെ മറ്റൊരു ഫ്രണ്ടാണെങ്കിൽ നീ കോഹയുടെ അടുത്ത് ഈ കാര്യം പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹയുടെ അടുത്ത് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് തൈച്ചി ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് തൈച്ചി തിരിച്ചു പോകുന്ന ടൈമിന് കോഹേനെ കാണുന്നുണ്ട്. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല, അങ്ങ് നടന്നു പോവാണ്. എന്നാൽ രണ്ടുപേരും എന്തോ പറയാനുള്ളതുകൊണ്ട് തന്നെ തിരിച്ചിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് തൈച്ചി എന്താ പറയാൻ വന്നതും പെട്ടെന്ന് കോഹ അന്ന് നിൻ്റെ അടുത്ത് അങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചതിൻ്റെ സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം തൈച്ചിയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നിൻ്റെ അടുത്ത്, നീ ഇന്ന് നൈറ്റ് ഫ്രീ ആണോ, ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹ ആ ഓക്കെ എന്ന് പറയുമ്പോൾ തൈച്ചി എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വർക്ക് കഴിയുമ്പോൾ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കോഹേനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആ ഒരു സൈൻ ലാംഗ്വേജ് ക്ലബ്ബിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ സൈൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അവിടെയുള്ള പെൺകുട്ടി വന്നിട്ട് മായ എന്താ വരാത്തതെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ വരുമായിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം മായേനെ കാണിക്കുമ്പോൾ മായ ഇങ്ങനെ കോളേജിലേക്ക് നടന്നു പോകുന്ന ടൈമിന് അവളുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി സംസാരിക്കുന്നത് ഇവ കറക്റ്റ് കേൾക്കാൻ പറ്റുന്നില്ല, എന്നാലും എങ്ങനെയൊക്കെയോ അവളുടെ ലിപ് റീഡിങ് വെച്ചൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ മായയുടെ ആ ഒരു കേൾവി ശക്തിയുടെ കുറവിൻ്റെ കാര്യം അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ആ ഒരു കാര്യം അവളുടെ ബോയ് ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ആ സമയം അവർ രണ്ടുപേരും ഇത് ഭയങ്കര സില്ലി ആയിട്ടാണ് പറയുന്നത്. മായയ്ക്ക് എന്തോ അതൊക്കെ ഹേർട്ടാവുന്ന സംഭവമായിരുന്നു. അങ്ങനെ മായയുടെ സ്കൂൾ ലൈഫ് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ സ്കൂൾ ടൈമിലെ അവളുടെ ഈ ഒരു പ്രശ്നം അവളുടെ ഫ്രണ്ട്സ് അറിയാതിരിക്കാൻ അവൾ നല്ലൊരു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ തന്നെ നന്നായിട്ടിരുന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി തിരിച്ച് സംസാരിക്കാനൊക്കെ. എന്നാൽ അവൾ എത്ര ശ്രമിച്ചിട്ടും അത്രയ്ക്ക് ഈസി ആയിട്ട് നടക്കുന്നൊരു കാര്യമായിരുന്നില്ല അത്. ടീച്ചേഴ്സിൻ്റെ അടുത്തായാലും പഠിപ്പിച്ച നോട്ട് അവൾ കേട്ടത് കറക്റ്റാണോ എന്നൊക്കെ അറിയാനായിട്ട് വീണ്ടും ചോദിക്കാൻ പോയാലും ടീച്ചേഴ്സ് പിന്നെ വാന്നൊക്കെ പറഞ്ഞു വിടും. പിന്നീട് അവൾ സൈൻ ലാംഗ്വേജ് പഠിക്കാനായിട്ടും ഒരു ക്ലാസ്സിലൊക്കെ ചെന്നിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ളവരൊക്കെ ഓൾറെഡി സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവക്ക് അവരുമായിട്ട് ക്യാച്ച് ചെയ്ത് വരാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ടൈമിനാണ് കോഹേനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ കോഹയും അവളും കൂടെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ടൈമിന് നിൻ്റെ സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു കേൾവിശക്തിയുടെ കുറവിനേക്കാളും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആൾക്കാർ ഇത് സില്ലിയായിട്ട് എടുക്കുമ്പോഴാണ്. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം മായയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇവനൊരാളാണ്, എനിക്ക് ഫ്രണ്ടായിട്ട് ഇപ്പോൾ ഉള്ളത് ഇവനൊരാൾ മാത്രമാണെന്ന്. ആ സമയം കോഹ പറയുന്നുണ്ട്, പക്ഷെ എല്ലാവരും അതുപോലെയല്ല. എന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടുണ്ട്, അവൻ എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാ. സത്യം പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അവൻ മറ്റൊന്നും ആലോചിക്കാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയും. അവനാണെങ്കിൽ കുറച്ച് സില്ലിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ആളുടെ പേര് തൈച്ചിയാണെന്ന്. ആ ടൈമിൽ തന്നെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ മായ ആലോചിച്ചത് അവളുടെ ആ ഒരു ഫ്രണ്ടും ആ ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടും ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. കറക്റ്റ് അങ്ങോട്ടേക്ക് തൈച്ചി വന്നിട്ട് അവനാണെങ്കിൽ മായയുടെ അടുത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം തൈച്ചി നോക്കിയപ്പോൾ മായ ഒരുമാതിരി നിൽക്കുന്നു. കാരണം അവർക്ക് അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ അവർ കളിയാക്കിയാലും ഇവക്കൊരു പേടിയുണ്ട്. ആ ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് തൈച്ചി വന്നതും. ആ സമയം മായ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവരും നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തൈച്ചിയാണെങ്കിൽ അത് പിന്നെ അവൾ ഒരുമാതിരി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. നിങ്ങളവളുടെ അടുത്ത് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളവളെ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ ഞങ്ങളെന്ത് പറയാൻ, ഞങ്ങൾ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മായ നടന്നു പോകുമ്പോൾ തൈച്ചി അങ്ങോട്ടേക്ക് കൂടെ വന്നിട്ട് ഞാൻ അറിയാണ്ട് കയറി വന്ന് ഇടപെട്ടല്ലേ, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. മായ നീ എന്തിനാ അതിൻ്റെ ഇടയിലോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും തൈച്ചി അത് പിന്നെ നീ ഒരുമാതിരി നിൽക്കുന്നുണ്ടോണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. മായ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തൈച്ചിയാണെങ്കിൽ നിനക്ക് ഈ കേൾക്കാൻ പറ്റത്തില്ല എന്നുള്ള ഈ ഒരു സംഭവം നീ അത്ര വലിയ കാര്യമൊക്കെ നടക്കുന്നത് എന്തിനാ, നീയാണെങ്കിൽ എല്ലാ ആൾക്കാരുടെ അടുത്തും നിനക്ക് കേൾക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ ഇടപെടാൻ കണക്കിന് തന്നെ നീ കറക്റ്റ് നിനക്കെല്ലാം കേൾക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അഭിനയിക്കുകയല്ലേ, അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മായ ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ ഞാനാണെങ്കിൽ കാണുന്ന എല്ലാവരോടും എൻ്റെ കേൾവിക്ക് കുറവുണ്ട്, എനിക്കെല്ലാം കേൾക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഓക്കെ ആവോ, എൻ്റെ ലൈഫ് ഈസി ആവോ, ഇല്ല എൻ്റെ ലൈഫ് എപ്പോഴും ബുദ്ധിമുട്ടി തന്നെ ഇരിക്കും.
അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാൻ പോവാ, എന്നാലേ എനിക്ക് ഈസിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. തയ്ച്ചപ്പോൾ നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടാൻ പോകുന്നത്? ചിലപ്പോൾ നീ വിചാരിക്കുന്ന പോലെ ആൾക്കാർ നിന്നെ ജഡ്ജ് ചെയ്തൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ നിനക്ക് എന്തറിയാമെന്നും പറഞ്ഞിട്ട് നടന്നു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ സമയം വേറെന്തോ പറയാൻ വരുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. അവൾ നന്നായിട്ട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതിനുശേഷം പിന്നീട് കോഹേനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തയ്ച്ചിയാണെങ്കിൽ കോഹയുടെ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ആ സമയം തയ്ച്ചിയാണെങ്കിൽ സോറി ഞാൻ വരാൻ ലേറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് കോഹയുടെ അടുത്തിരിക്കുന്നുണ്ട്. കോഹ ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചിയാണെങ്കിൽ ഒരുമാതിരിയായിട്ട് ഞാനാണെങ്കിൽ മായേനെ മീറ്റ് ചെയ്തു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവളെ കരയിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം കോഹയാണെങ്കിൽ മായ കരഞ്ഞു എന്ന് വെച്ചപ്പോൾ തയ്ച്ചിയാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞുപോയി, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവളിപ്പോൾ മൊത്തത്തിൽ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കും, ഞാൻ ഒരു മോശക്കാരനായിട്ടുള്ള ഒരാളാണെന്ന് അവൾ വിചാരിച്ചു കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കോഹയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിലോ അവളുടെ ഇമോഷൻസ് നിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മേ ബി നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ നീ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അവൾക്കിപ്പോൾ തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ കോഹ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തയ്ച്ചിക്ക് മനസ്സിലാവുന്നില്ല. കോഹയപ്പോൾ ചിരിച്ചിട്ട് തയ്ച്ചി നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, മറ്റുള്ളവരുടെ കാര്യമൊക്കെ നീ ഈസി ആയിട്ട് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ നിൽക്കും, എന്നാൽ നിൻ്റെ സ്വന്തം കാര്യം നീ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ തന്നെ എക്സാമ്പിളിലൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു വയ്യാതിരിക്കുന്ന ഒരാളുടെ സിറ്റുവേഷൻ മനസ്സിലാവില്ല. അതുപോലെ തന്നെ മായയ്ക്ക് ഉള്ള പ്രശ്നം അവളുടെ ഒരു കേൾവി കുറവ്, അത് എനിക്കുള്ളതുകൊണ്ടാണ് എനിക്ക് അവളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ അതില്ലാത്തൊരാൾക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. എന്നാൽ നിന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും നീ മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, അതാണ് നിൻ്റെ ഗുണമെന്ന് പറയുന്നുണ്ട്. ഹസ്ബൻഡ് തയ്ച്ചി അങ്ങനെയൊന്നും എന്നെ പറഞ്ഞു നിർത്തി പുകഴ്ത്താൻ നിൽക്കണ്ട, ഞാൻ ആക്ച്വലി എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒന്നായിരുന്നു ആ ഒരു കോളേജിൽ നിന്ന് TC വാങ്ങുക എന്നുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കോഹയാണെങ്കിൽ ശരിക്കും നിനക്ക് TC വാങ്ങിച്ചിട്ട് പോകണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തയ്ച്ചിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ആ സമയം കോഹെ എന്തായാലും നീ എനിക്ക് ഇത്രയും കാലം എൻ്റെ നോട്ട് ടേക്കറായിട്ട് നിന്ന് എനിക്ക് നോട്ടൊക്കെ എടുത്തു തന്നില്ലേ, താങ്ക് യു സോ മച്ച്, ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, നീ എവിടേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചിക്ക് സങ്കടം വരുന്നുണ്ട്. എന്നാൽ അത് പുറത്ത് കാണിക്കാതിരിക്കാൻ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് അപ്പം അതൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. എന്നാൽ കോഹ പെട്ടെന്ന് അവനെ പിടിച്ച് വെച്ചിട്ട് ഹഗ് ചെയ്യുവാണ്. ആ സമയം തയ്ച്ചി ശരിക്കും കരഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അത് കോഹ മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ തയ്ച്ചിയാണെങ്കിൽ ആ ഹഗ് ചെയ്യുന്നത് നിർത്തിയിട്ട് അങ്ങ് നടന്നു പോകാൻ നിൽക്കുകയാണ്. എന്നാൽ കോഹയ്ക്ക് അതിൻ്റെ ഇമോഷൻ മനസ്സിലായിട്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. തയ്ച്ചപ്പോൾ എന്തോന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ കളിച്ച് ചിരിച്ച് അങ്ങ് തിരിച്ച് നടന്നു പോവുകയാണ് വീട്ടിലേക്ക്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കോളേജിലേക്ക് പോകുന്നതിന് മുമ്പേ കോഹയാണെങ്കിൽ അവൻ്റെ അമ്മയുടെ കൂടെ ഇന്ന് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം സവാള അരിയുമ്പോൾ അവൻ്റെ അമ്മയും കരയാണ് അവനും കരയുവാണ്. അതിനുശേഷം കോളേജിലേക്ക് പോയിട്ട് നോട്ടൊക്കെ എഴുതുന്ന ടൈമിന് തയ്ച്ച് മുമ്പ് അവൻ എപ്പോഴും നോട്ട് എഴുതി കൊടുക്കുമ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ഉണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ടൈമിനും അന്നത്തെ ദിവസം തയ്ച്ച് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തയ്ച്ച് അവന് നോട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് എപ്പോഴും വരുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സമയം തയ്ച്ചിയുടെ ഫേവറേറ്റ് ഫുഡായിരുന്നു. അവനാണെങ്കിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ആ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കോഹെ ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും തയ്ച്ചി എപ്പോഴും ഈ ഒരു എക്സ്പ്രഷനോടെ വേണം ഇരിക്കാനെന്നും ഒക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം കഴിയുവാണ്, ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ മീറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് എന്ത് പരസ്പരം പറയണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ രണ്ടുപേർക്ക് രണ്ട് വഴിയെ പോകാനുള്ള ടൈം ആകുമ്പോഴത്തേക്കും എന്ത് പറഞ്ഞെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരസ്പരം നോക്കിയിട്ട് ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. എന്നാൽ പോകുന്ന ടൈമിനും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ തയ്ച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കോഹ ഓൾറെഡി അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കോഹ ഒരു ആക്ഷൻ കാണിച്ചിട്ട് തയ്ച്ചി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറഞ്ഞിട്ട് അവനങ്ങ് പോവുകയാണ്. ആ സമയം തയ്ച്ചിയാണെങ്കിൽ കോഹ പോകുന്നേ നോക്കിയിരിക്കുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീട്ടിൽ ബൈ.